സുന്ദരനും സുന്ദരിയുമൊക്കെ ആകണമെന്ന് എല്ലാവർക്കും ആഗ്രഹമുണ്ട് എങ്കിലും അതത്ര ഈസി ആയിട്ടുള്ളൊരു കാര്യമല്ല. ദൈനംദിന ജീവിതത്തിൻ്റെ ഭാഗമായി പാലിക്കേണ്ട ജീവിതശൈലികളും കൃത്യമായ വ്യായാമവും എല്ലാം ചെയ്താൽ മാത്രമാണ് ഇതിന് സാധ്യമാവുകയുള്ളൂ. എന്നാൽ എന്തെല്ലാമാണ് ഇതിനായി ചെയ്യേണ്ടത് എന്ന് സംബന്ധിച്ച് ശരിയായ ധാരണ പലർക്കുമില്ല എന്നുള്ളതാണ് വാസ്തവം. അപ്പോൾ ഇതിന് സഹായിക്കുന്ന 10 ടിപ്സുകളെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ സംസാരിക്കുന്നത്. ഒരു രാത്രി ഉറങ്ങി എഴുന്നേൽക്കുമ്പോഴൊന്നും ഇതിനൊരു മാറ്റവും സംഭവിക്കുകയില്ല കേട്ടോ. നമ്മൾ പറയാൻ പോകുന്ന ശീലങ്ങൾ കർശനമായി പാലിച്ചാൽ മാത്രമാണ് നമുക്ക് വളരെ വേഗത്തിൽ ഫിറ്റ്നസ് നേടിയെടുക്കാനായിട്ടും അതുപോലെ തന്നെ അമിതമായിട്ടുള്ള വയറ് കുറച്ചെടുക്കാനൊക്കെ ആയിട്ടും സാധിക്കുകയുള്ളൂ. അപ്പോൾ അവ എന്തൊക്കെയാണ് എന്ന് നോക്കാം. അതിൽ ഒന്നാമത്തെ കാര്യം ദിവസവും രാവിലെ 6 മണിക്ക് എഴുന്നേറ്റ് നടക്കാൻ പോവുക എന്നുള്ളത്. ഓരോ ദിവസവും നമ്മുടെ ദേഹം അനക്കിക്കൊണ്ട് തന്നെ വേണം നമ്മൾ തുടങ്ങാനായിട്ട്. അപ്പോൾ ആദ്യത്തെ ദിവസം നിങ്ങൾ ഒരു 10 മിനിറ്റേ നടക്കാൻ പറ്റുകയുള്ളൂ എങ്കിലും തീർച്ചയായിട്ടും നടക്കുക. പിന്നീടുള്ള ദിവസങ്ങളിൽ 10 എന്നുള്ളത് 15 മിനിറ്റും പിന്നീട് 20 മിനിറ്റും 25 മിനിറ്റും ആയിട്ട് ഓരോ ദിവസവും നിങ്ങൾ കൂട്ടിക്കൊണ്ടുവരിക. എന്തെല്ലാം ബുദ്ധിമുട്ടുകൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേർന്നാലും 6 മണിക്ക് എഴുന്നേൽക്കുകയും നടക്കാൻ പോവുകയും ചെയ്യുന്നത് ഒരു ശീലമാക്കുക. അങ്ങനെ നിങ്ങൾക്ക് പറ്റാവുന്ന അത്രയും സമയം ഒരു അരമണിക്കൂർ, 3/4 മണിക്കൂർ, 1 മണിക്കൂർ വരെയൊക്കെ നടക്കാൻ പറ്റുമെങ്കിൽ വളരെയധികം ശ്രേഷ്ഠതയാണ്. അത് ഇങ്ങനെ പതിയെ മന്ദമുള്ള നടത്തമല്ല കേട്ടോ. ഇച്ചിരി ശരീരം അനക്കിക്കൊണ്ട് തന്നെ നടക്കാൻ വേണ്ടിയിട്ട് നോക്കണം. രണ്ടാമത്തെ കാര്യം, മറ്റെന്തിനേക്കാളും മുന്നേ 1 ഗ്ലാസ് വെള്ളം രാവിലെ കുടിക്കുക എന്നുള്ളതാണ്. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ചായയോ കാപ്പിയോ ഒക്കെ വേണമെങ്കിൽ കഴിക്കാം കേട്ടോ. അതിലൊന്നും ഒരു പ്രശ്നവുമില്ല. ഹൈഡ്രേഷൻ എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ നമ്മൾ രാവിലെ എഴുന്നേറ്റ ഉടനെ 1 ഗ്ലാസ് വെള്ളം കുടിക്കുക തന്നെ വേണം. അങ്ങനെ വെള്ളം കുടിച്ചുകൊണ്ട് തന്നെ നമ്മളൊരു ദിവസം തുടങ്ങുക. അത് വളരെയധികം പ്രാധാന്യമുള്ള ഒരു കാര്യമാണ്. മൂന്നാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഉയർന്ന പ്രോട്ടീൻ അടങ്ങിയ പ്രഭാത ഭക്ഷണം കഴിക്കുക എന്നുള്ളതാണ്. പ്രോട്ടീൻ നിങ്ങളുടെ വയറ് നിറയ്ക്കുകയും ഇടയ്ക്കിടെ എന്തെങ്കിലും നിങ്ങൾക്ക് കഴിക്കണമെന്നുള്ള ചിന്ത ഇല്ലാതാക്കുകയും ചെയ്യാനായിട്ട് സഹായിക്കും. അപ്പോൾ പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണത്തിൻ്റെ ഒരു പ്രത്യേകത കൂടെയാണ് നമ്മുടെ വിശപ്പിനെ കുറയ്ക്കാനായിട്ട് സഹായിക്കുന്നു എന്നുള്ളത്. അതേപോലെ തന്നെ നമുക്ക് ആവശ്യത്തിലുള്ള ഊർജവും നൽകുന്നുണ്ട്. അപ്പോൾ ക്ഷീണം തോന്നുകയുമില്ല. നമ്മൾക്ക് ആവശ്യത്തിനുള്ള ആ ഒരു പ്രോട്ടീനൊക്കെ നമ്മുടെ ശരീരത്തിൽ കിട്ടുകയും ചെയ്യും. എന്നാൽ അമിതമായിട്ടുള്ളൊരു വിശപ്പ് നമുക്ക് ഉണ്ടാവുകയുമില്ല. അതുകൊണ്ട് തന്നെ ഉയർന്ന പ്രോട്ടീനുള്ള ഭക്ഷണങ്ങൾ പിടിച്ച് അത് കഴിക്കാൻ വേണ്ടിയിട്ട് നോക്കുക. നാലാമതായിട്ട് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഉച്ചയ്ക്ക് 2 മണി കഴിഞ്ഞാൽ കഫീൻ അടങ്ങിയ ഭക്ഷണമോ പാനീയമോ ഒന്നും വേണ്ട എന്ന് കർശനമായിട്ടങ്ങ് മനസ്സിനെ പറഞ്ഞ് പഠിപ്പിക്കുക. ഇത് നിങ്ങളുടെ ഉറക്കം മെച്ചപ്പെടുത്താൻ സഹായിക്കുന്ന ഒന്നാണ്. ഭാരം കുറയ്ക്കുന്നതിൽ ഉറക്കത്തിന് നിർണായകമായിട്ടുള്ളൊരു പങ്കുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല ഉറക്കം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഉച്ചയ്ക്ക് ശേഷം കാപ്പിയോ ചായയോ ഒക്കെ കഴിക്കുന്നത് നമ്മുടെ ഉറക്കത്തിന് അത്ര നല്ലതല്ല. അത് ഉറക്കം നമുക്ക് വേണ്ട രീതിയിൽ കിട്ടാനായിട്ട് ചിലപ്പോൾ തടസ്സമുണ്ടാക്കും. അതുകൊണ്ടാണ് ഉച്ചയ്ക്ക് ശേഷം കഫീൻ അടങ്ങിയിട്ടുള്ള ഭക്ഷണമോ പാനീയമോ ഒന്നും വേണ്ട എന്ന് പറയുന്നത്. അഞ്ചാമതായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം സാധനങ്ങൾ കടയിൽ പോയി വാങ്ങുന്നതിന് പകരം വീട്ടിൽ എത്തിച്ചു തരുന്ന ഡെലിവറി സേവനം ഉപയോഗിക്കുക എന്നുള്ളതാണ്. ഇങ്ങനെ ചെയ്യുമ്പോഴുള്ളൊരു ഗുണം എന്ന് പറയുന്നത് കടയിലെ ജങ്ക് ഫുഡുകൾ കണ്ട് അത് വാങ്ങാനുള്ള പ്രലോഭനത്തെ നമുക്ക് അതിജീവിക്കാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ്. നമ്മൾ ബേക്കറികളിലാണെങ്കിലും ഹോട്ടലുകളിലാണെങ്കിലും അല്ല മറ്റു മാളുകളിലൊക്കെ പോകുമ്പോൾ നമ്മളെ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ നമ്മുടെ കണ്ണിന് കൗതുകം നൽകുന്ന നാവിന് നല്ല രുചി നൽകുന്ന ആഹാരങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് കഴിക്കാനായിട്ട് അതിയായിട്ടുള്ള ഒരു ആഗ്രഹം വരും. അപ്പോൾ അങ്ങനെയുള്ള ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാവാതിരിക്കാനായിട്ട് നമ്മൾ അങ്ങനെയുള്ള കടകളിൽ കയറുന്നത് കുറയ്ക്കുക. ഇപ്പോൾ കയറാതിരിക്കാൻ നിങ്ങൾക്ക് സാധിക്കത്തില്ല, പക്ഷേ ആ ഒരു എണ്ണം കുറയ്ക്കുക. കൂടുതൽ കാര്യങ്ങൾ നമ്മുടെ വീട്ടിൽ വാങ്ങി വെക്കുക. ഷോപ്പിങ്ങിൻ്റെ ആ ഒരു എണ്ണം കുറയ്ക്കുക. അങ്ങനെയൊക്കെ ചെയ്താൽ ഇങ്ങനെയുള്ള ഫുഡുകൾ കഴിക്കുന്നത് നമുക്ക് കുറച്ച് ഒഴിവാക്കാനായിട്ട് സാധിക്കും. ഇപ്പോൾ നിങ്ങൾക്ക് പറയാൻ പറ്റും ഫോണിലൊക്കെ നോക്കി ഓർഡർ ചെയ്യാമല്ലോ, ഇപ്പം അങ്ങനെയാണല്ലോ എല്ലാവരും ഓർഡർ ചെയ്ത് ഫുഡ് കഴിക്കുന്നത് അല്ലേ. പക്ഷേ അങ്ങനെയുള്ള ആ ഒരു കാര്യങ്ങളൊന്നും ഫോണിൽ നോക്കാതിരിക്കാൻ വേണ്ടിയിട്ടും കൂടി ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. നമ്മൾ പറഞ്ഞാൽ കേൾക്കാത്ത മനസ്സൊന്നും അല്ലെന്നേ
നമ്മുടെ കയ്യിലുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങളൊന്ന് ശ്രമിച്ചു നോക്കുക. അതുപോലെ ഇനി ആറാമതായിട്ട് ചെയ്യേണ്ട കാര്യം, അകത്തേക്ക് നമ്മൾ കഴിക്കുന്ന കലോറി എല്ലാം നമ്മൾ അളവുള്ളതാക്കി മാറ്റുക. അതായത് ഒരു ചെറിയ അളവിലുള്ള കലോറിയാണ് നമ്മൾ കഴിക്കുന്നത് എങ്കിലും അത് എത്രയാണ് എന്ന് മനസ്സിലാക്കി അതനുസരിച്ചിട്ട് നമ്മൾ നമ്മുടെ ആ കലോറി നമ്മൾ ശരീരത്തിൽ നിന്ന് മാറ്റാൻ വേണ്ടിയിട്ടുള്ള വർക്കൗട്ടുകളൊക്കെ നമ്മൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കലോറി എത്രമാത്രം നമ്മൾ കഴിക്കുന്നുണ്ട്, അത് എത്രമാത്രം നമ്മൾക്ക് വിനിയോഗിക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നൊക്കെ ഒന്ന് മനസ്സിലാക്കുന്നത് വളരെ നല്ലതാണ്. ഏഴാമതായിട്ട് ചെയ്യേണ്ട കാര്യം, എല്ലാ തിങ്കളാഴ്ചയും സ്വന്തം ചിത്രമെടുത്ത് എത്രത്തോളം പുരോഗതി കൈവരിച്ചുവെന്ന് സ്വയം മനസ്സിലാക്കുക. ഈ വിഷ്വൽ റിമൈൻഡർ നിങ്ങളുടെ ഉത്സാഹത്തെ നിലനിർത്തുകയോ വർദ്ധിപ്പിക്കുകയോ ചെയ്യും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. അപ്പോൾ നിങ്ങൾ ഓരോ ദിവസം ആകുമ്പോഴും കുറച്ച് സുന്ദരിയായിട്ടുണ്ട്, എൻ്റെ വണ്ണം കുറച്ച് കുറഞ്ഞു, എൻ്റെ വയറ് കുറച്ചും കൂടെ കുറഞ്ഞു, ഇന്ന ഡ്രസ്സ് ഇടുമ്പോൾ നല്ല ഭംഗിയുണ്ട് എന്നൊക്കെ തോന്നി തുടങ്ങിയാൽ തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ നിർബന്ധമായിട്ടും അങ്ങ് ഫോളോ ചെയ്ത് പോകും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ ആഴ്ചയിൽ ഒരു ദിവസം, അപ്പോൾ തിങ്കളാഴ്ചയല്ല, തിങ്കളെന്ന് ഞാനൊന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ, നിങ്ങൾക്ക് എല്ലാ ഞായറാഴ്ചയാണ് സമയമെങ്കിൽ എല്ലാ ഞായറാഴ്ചയും ഒരു ഫോട്ടോ എടുത്തിട്ട് ഒന്ന് കമ്പയർ ചെയ്ത് നോക്കിക്കോളൂ. കഴിഞ്ഞ ഫോട്ടോയെക്കാളും ഈ ഒരു ആഴ്ചയിൽ എത്രമാത്രം മാറ്റം വന്നിട്ടുണ്ട് എന്നൊന്ന് മനസ്സിലാക്കിയാൽ തന്നെ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വീണ്ടും ചെയ്യാനായിട്ട് നല്ല ഇൻട്രസ്റ്റ് തോന്നും. ഇനി എട്ടാമതായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം, ഫിറ്റ്നസ് എന്നാൽ ഭാരം കുറയ്ക്കൽ മാത്രമല്ല എന്ന് നമ്മളൊന്ന് മനസ്സിലാക്കണം. സ്ട്രെങ്ത്, സ്റ്റാമിന എന്നിവയ്ക്കെല്ലാം ഒപ്പം ആത്മവിശ്വാസവും ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളൊരു കാര്യം കൂടെ നമ്മൾ ഈ ഒരു ഫിറ്റ്നസ് നേടുന്നതിൽ കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഫിറ്റ്നസ് എന്നാൽ ഭാരം കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഭാരം ഇല്ലാത്ത ആളുകൾക്കും ഈ ഒരു ഫിറ്റ്നസ് നോക്കാവുന്നതാണ്. അമിതമായിട്ട് ആഹാരം കഴിക്കാതെയും അവരുടെ ശരീര സൗന്ദര്യം നിലനിർത്തിക്കൊണ്ടുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് ചെയ്യാവുന്നതാണ്. അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മുടെ സൗന്ദര്യം കൂടി എന്ന് നമുക്ക് തോന്നുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും ഒരു ആത്മവിശ്വാസം ഉണ്ടാകും. ആ ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ നമുക്ക് ഈ ജീവിതത്തിൽ എന്ത് കാര്യവും നേടിയെടുക്കാനായിട്ട് നിഷ്പ്രയാസം സാധിക്കും. അതുകൊണ്ട് തന്നെ ഫിറ്റ്നസ് എല്ലാവരും നോക്കേണ്ട ഒരു കാര്യമാണ്. ഇനി ഒൻപതാമത്തെ കാര്യം, ദിനചര്യകളെ കൃത്യമായ രീതിയിൽ മാറ്റി എഴുതുക എന്നുള്ളതാണ്. നിങ്ങളുടെ ലക്ഷ്യത്തിലെത്താൻ സഹായിക്കുന്നവയാണ് നിങ്ങളുടെ ശീലങ്ങളെന്ന് നിങ്ങൾ ഉറപ്പുവരുത്തുക. ദിവസം രാവിലെ തുടങ്ങുമ്പോൾ മുതൽ നിങ്ങൾ വൈകുന്നേരം വരെയുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ ഒരു ചാർട്ടായിട്ട്, ഒന്നിലും നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾക്ക് അങ്ങനെ കാണാൻ പറ്റുമെങ്കിൽ രാവിലെ തന്നെ അത് മനസ്സിൽ ഉറപ്പിച്ച് വെക്കുക. ഇല്ലെങ്കിൽ നിങ്ങൾ എഴുതി വെക്കുക. തലേ ദിവസം രാത്രി തന്നെ പിറ്റേ ദിവസത്തേക്കുള്ള കാര്യങ്ങൾ നിങ്ങളൊരു ചാർട്ടിൽ എഴുതി അതേപോലെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാനൊന്ന് ശ്രമിച്ചു നോക്കുക. അങ്ങനെയുള്ളപ്പോൾ അതിനിടയ്ക്ക് നമുക്ക് എന്തെങ്കിലുമൊക്കെ കഴിക്കണം എന്നോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഫ്രണ്ട്സിൻ്റെ കൂടെ പുറത്ത് പോകണമെന്നോ ഒക്കെ തോന്നുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാർട്ടിലില്ലാത്ത കാര്യങ്ങളാണെങ്കിൽ അതൊന്ന് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. അടുത്ത് നമ്മൾ 10ാമതായിട്ട് ചെയ്യേണ്ട കാര്യം, മാനസികാരോഗ്യത്തിനും നമ്മുടെ ജീവിതത്തിൽ തുല്യ പ്രാധാന്യമുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഓരോ ദിവസവും അവസാനിക്കുന്നതിന് മുമ്പ് അന്ന് സംഭവിച്ച നിങ്ങളുമായുള്ള 3 കാര്യങ്ങൾ കുറിച്ച് വയ്ക്കുക. അത് സങ്കടം നിറഞ്ഞതായിക്കോട്ടെ, സന്തോഷം നിറഞ്ഞതായിക്കോട്ടെ, എന്തെങ്കിലും 3 കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പ്രധാനമായിട്ട് സംഭവിച്ചിരിക്കുന്ന, ഓഫീസിലോ വീട്ടിലോ അല്ലെങ്കിൽ നിങ്ങളുടെ പഠിക്കുന്ന സ്ഥാപനത്തിലോ എവിടെ ആയിക്കോട്ടെ അവിടെ സംഭവിക്കുന്ന നമ്മുടെ മനസ്സിനെ ഒന്ന് പിടിച്ചുലയ്ക്കുന്ന അല്ലെങ്കിൽ മനസ്സിൽ ഓർമ്മ നിൽക്കുന്ന ഒരു 3 കാര്യങ്ങൾ നിങ്ങളൊരു ഡയറിയിലേക്ക് എഴുതുക. ഇങ്ങനെയൊക്കെ ചെയ്താൽ നമ്മൾ പിന്നീട് അത് തുറന്നു നോക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എന്തോരം മുന്നോട്ട് വരാൻ സാധിച്ചു, ഏതെല്ലാം കാര്യങ്ങൾ നമ്മൾ തരണം ചെയ്തു, എന്തെല്ലാം കാര്യങ്ങൾ കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇങ്ങനെ മുന്നോട്ട് പോന്നിരിക്കുന്നത് എന്നൊക്കെ നമുക്കൊന്ന് മനസ്സിലാക്കാൻ സാധിച്ചാൽ തന്നെ ആത്മവിശ്വാസം താനേ ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുകയാണ് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം മാറ്റങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. നിങ്ങളുടെ ഫിറ്റ്നസ് നിങ്ങൾക്ക് നേടിയെടുക്കാനായിട്ട് സാധിക്കും. തീർച്ചയായിട്ടും നിങ്ങൾ വളരെയധികം സുന്ദരന്മാരും സുന്ദരിമാരും ആകാനൊക്കെ ആയിട്ടുള്ള വഴി നിങ്ങളുടെ മുമ്പിൽ തുറന്നു കിട്ടും. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ നോക്കുക. ഫിറ്റ്നസ് എന്നാൽ പട്ടിണി കിടക്കുക എന്നല്ല കേട്ടോ. ഒരു കാരണവശാലും നിങ്ങൾ അമിതമായിട്ടുള്ള ആ ഒരു ഭക്ഷണം കഴിക്കാതെയുള്ള ഫിറ്റ്നസ് ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. ആവശ്യത്തിനുള്ള ഭക്ഷണങ്ങൾ കഴിച്ചുകൊണ്ട് നിങ്ങൾ ജീവിതത്തിൽ ഈ ഒരു ഫിറ്റ്നസ് നേടിയെടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക. അതാണ് ഏറ്റവും ആരോഗ്യകരമായിട്ടുള്ള ഫിറ്റ്നസ് എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ ആളുകളും നന്നായിട്ട് ഭക്ഷണം കഴിച്ച്, നന്നായിട്ട് വർക്കൗട്ട് ചെയ്ത്, നന്നായിട്ട് ഉറങ്ങി, നന്നായിട്ട് മനസ്സിനെ സന്തോഷിപ്പിച്ച് അങ്ങനെ നിങ്ങളുടെ ജീവിതം ഒന്ന് മുന്നോട്ട് കൊണ്ടുപോയി നോക്കൂ. തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം മാറ്റങ്ങൾ നിങ്ങളുടെ ശരീരത്തിലും നിങ്ങളുടെ മനസ്സിലും നേടിയെടുക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. അപ്പോൾ
വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ സബ്സ്ക്രൈബും കൂടെ ചെയ്യുക. എത്രയും പെട്ടെന്ന് നല്ലൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്